ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 15 ഡിസംബർ 2020 മുതൽ 22 ഡിസംബർ 2020 വരെയുള്ള കാലയളവിൽ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് വരുന്ന സ്റ്റോക്കുകളും അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ് സംഭവിക്കുന്ന സ്റ്റോക്കുകളെക്കുറിച്ചും ഉള്ള ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. 9 ഡിസംബർ 2020 ഇൻട്രിം ഡിവിഡൻഡ് പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട ഒരു ടയർ കമ്പനിയാണ് ഗുഡിയർ. ഗുഡിയർ 80 രൂപ പെർ ഇക്വിറ്റി ഷെയർ എന്ന രീതിയിലാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചത്. ഓരോ ഷെയറിൻ്റെയും ഫേസ് വാല്യൂ 10 രൂപയാണ്. ഈ കമ്പനിയുടെ ഡിവിഡൻഡ് ലഭിക്കുന്നതിന് വേണ്ടി ഈ സ്റ്റോക്കിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 15 ഡിസംബർ 2020 ആണ്. 9 ഡിസംബർ 2020 ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റ് നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് 2021 ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ഇൻട്രിം ഡിവിഡൻഡാണ് പ്രഖ്യാപിച്ചത്. 15 രൂപ പെർ ഇക്വിറ്റി ഷെയർ എന്ന റേറ്റിലാണ് ഈ കമ്പനിയുടെ ഡിവിഡൻഡ് വന്നത്. ഈ കമ്പനിയുടെ ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 19 ഡിസംബർ 2020 ആണ്. ഇനി ആനന്ദ് രാജ് എന്ന കമ്പനിയുടെ ഫൈനൽ ഡിവിഡൻഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. അതായത് 4% എന്ന ഈൽഡിലാണ് ഈ കമ്പനി ഡിവിഡൻഡ് നൽകുന്നത്. ഡിവിഡൻഡിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് നടന്നത് 3 സെപ്റ്റംബർ 2020 ഈ കമ്പനിയുടെ ഡിവിഡൻഡ് ലഭിക്കുന്നതിന് ഈ സ്റ്റോക്കിൻ്റെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 22 ഡിസംബർ 2020 ഈ കമ്പനിയുടെ ഡിവിഡൻഡായിട്ട് നൽകുന്നത് 0.08 രൂപയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം. ബാംബിനോ ആഗ്രോ എന്ന കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കമ്പനിയുടെയും ഫൈനൽ ഡിവിഡൻഡാണ്. 13 നവംബർ 2020 ഈ കമ്പനി അതിൻ്റെ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചത്. ഇതിൻ്റെയും എക്സ് ഡിവിഡൻഡ് ഡേറ്റ് 22 ഡിസംബർ 2020 ഈ കമ്പനി ഡിവിഡൻഡായിട്ട് അതായത് ഫൈനൽ ഡിവിഡൻഡായിട്ട് നൽകുന്നത് 1 രൂപ 60 പൈസ പെർ ഇക്വിറ്റി ഷെയർ എന്ന റേറ്റിലാണ്. ജയ് കോർപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫൈനൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവിഡൻഡ് ഈൽഡ് 50%. ഈ കമ്പനിയുടെ ഡിവിഡൻഡിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് നടന്നത് 29 ജൂൺ 2020 ഇതിൻ്റെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് 18 ഡിസംബർ 2020 ജയ് കോർപ്പിൻ്റെ ഡിവിഡൻഡ് പെർ ഷെയർ നോക്കുകയാണെങ്കിൽ 50 പൈസ പെർ ഡിവിഡൻഡ് എന്ന 50 പൈസ പെർ സ്റ്റോക്ക് പെർ ഷെയർ എന്ന രീതിയിലാണ് ഡിവിഡൻഡ് നൽകുന്നത്. മറ്റൊരു കമ്പനിയായ ഈസ്റ്റ് വെസ്റ്റ് ഹോൾഡിങ്സിൻ്റെ ഡിവിഡൻഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഈ കമ്പനിയും ഫൈനൽ ഡിവിഡൻഡാണ് നൽകുന്നത്. ഈ കമ്പനിയുടെ ഡിവിഡൻഡിൻ്റെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 17 ഡിസംബർ 2020 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 19 ഡിസംബർ 2020 ഇതിൻ്റെ ഈ കമ്പനിയുടെ ഡിവിഡൻഡായിട്ട് 0.05 രൂപ പെർ ഇക്വിറ്റി ഷെയർ എന്ന രീതിയിലാണ് ഈ കമ്പനി ഡിവിഡൻഡ് നൽകുന്നത്. ഇനി മറ്റൊരു കമ്പനിയായ വസുന്ധര രാസ് എന്ന കമ്പനിയും അതിൻ്റെ 15% ഈൽഡുള്ള ഫൈനൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 17 ഡിസംബർ 2020 1 രൂപ 50 പൈസ പെർ ഇക്വിറ്റി ഷെയർ എന്ന രീതിയിലാണ് ഈ കമ്പനി അതിൻ്റെ ഡിവിഡൻഡ് നൽകുന്നത്. മറ്റൊരു കമ്പനിയായ സൃഷ്ടി ഇൻഫ്ര എന്ന കമ്പനി 25 പൈസ പെർ ഇക്വിറ്റി ഷെയർ എന്ന രീതിയിൽ ഡിവിഡൻഡ് നൽകുന്നുണ്ട്. അതായത് ഡിവിഡൻഡ് ഈൽഡിൻ്റെ 2.50% ഈ കമ്പനിയുടെയും ഡിവിഡൻഡിൻ്റെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 17 ഡിസംബർ 2020 റെസ്പോൺസീവ് ഇൻഡസ്ട്രീസിൻ്റെ ഡിവിഡൻഡ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 16 ഡിസംബർ 2020 16 ഡിസംബർ 2020 0.07 രൂപ പെർ ഇക്വിറ്റി ഷെയർ എന്ന രീതിയിലാണ് ഈ കമ്പനിയും അതിൻ്റെ ഫൈനൽ ഡിവിഡൻഡ് നൽകുന്നത്. ഇതൊക്കെയാണ് ഈ കാലയളവിൽ അതായത് 15 ഡിസംബർ 2020 മുതൽ 22 ഡിസംബർ 2020 വരെയുള്ള കാലയളവിൽ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ. ഇതുകൂടാതെ 2 കമ്പനികളുടെ സ്റ്റോക്ക് സ്പ്ലിറ്റിനെ കുറിച്ചും ഉള്ള വാർത്ത വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റോക്ക് സ്പ്ലിറ്റ് സംഭവിക്കുന്നത് അപ്പോളോ ട്യൂബ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. അപ്പോളോ ട്യൂബിൻ്റെ ഫേസ് വാല്യൂ 10 രൂപ എന്ന നിലയിൽ നിന്നും മാറി 2 രൂപ എന്ന നിലയിലേക്ക് മാറുകയാണ്. അതായത് ഈ കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്ത് 5 ഷെയർ ആയിട്ട് മാറും. അതായത് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ 2 രൂപ ഫേസ് വാല്യൂ ഉള്ള 5 ഷെയർ ആയിട്ട് മാറും. ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 15 ഡിസംബർ 2020 അതുപോലെ തന്നെ സ്റ്റാർ ലൈൻ പ്രഷ്യസ് എന്ന് പറയുന്ന ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ഡയമണ്ട് ഓർണമെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയും അതിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റിനെ കുറിച്ചുള്ള
ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. 22 ഡിസംബർ 2020 അതിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റിംഗ് റെക്കോർഡ് ഡേറ്റ്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനി ഇനി സ്റ്റോക്ക് സ്പ്ലിറ്റായി 5 രൂപ ഫേസ് വാല്യൂ ഉള്ള കമ്പനിയായി മാറും. അതായത് ഈ കമ്പനിയിൽ ഒരു ഷെയർ ഉള്ളവർക്ക് സ്റ്റോക്ക് സ്പ്ലിറ്റായി 2 ഷെയർ ലഭിക്കും. ഇതാണ് ഈ പീരീഡിൽ, അതായത് 15 ഡിസംബർ 2020 മുതൽ 22 ഡിസംബർ 2020 വരെയുള്ള ഡേറ്റിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആകുന്ന കമ്പനികളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ.